നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനും സ്ലോട്ട് ബുക്കിംഗ് ചെയ്യുവാനുള്ള സമയവുമാണ് ഇപ്പോൾ. എൻട്രൻസ് എക്സാം നടക്കുന്നത് മെയ് 17, 18 തീയതികളിലായിട്ടാണ്. ഈ 2 തീയതികളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ ഓരോ ദിവസവും 2 സമയത്തായിട്ടാണ് എക്സാം സമയങ്ങൾ ഉള്ളത്. രാവിലെ 10 മണി മുതൽ 12 മണി വരെയും 2 മണി മുതൽ 4 മണി വരെയും ഇങ്ങനെ ഒരു ദിവസം തന്നെ 2 സ്ലോട്ടുകൾ ഉണ്ട്, സമയങ്ങൾ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സമയവും ഡേറ്റും സെലക്ട് ചെയ്യാം. അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും. അതിലൊരു ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്യാം. അതിനുശേഷം അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എക്സാം സെന്ററിന്റെ പേര് ഉണ്ടാകും. +2ന്റെ മാർക്ക് ലിസ്റ്റ് ഇപ്പോഴുള്ള അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2025 +2ന്റെ റിസൾട്ട് വന്നിട്ടില്ല. എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം +2ന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയമുണ്ടാകും. ആ സമയത്താണ് +2ന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എക്സാം സ്ലോട്ട് സെലക്ട് ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് എക്സാം എഴുതാം. എൻട്രൻസ് എക്സാം എഴുതുന്നതിന് +2ന്റെ മാർക്ക് ആവശ്യമില്ല. എന്നാൽ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം +2ന്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് 2025 പാസ്സായ കുട്ടികളും 2025 മുമ്പിലുള്ള വർഷങ്ങളിൽ പാസ്സായ കുട്ടികളും അവരുടെ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ 60% മാർക്കുള്ള കുട്ടികളെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് 60% മാർക്കുള്ള കുട്ടികളെ മാത്രമാണ് അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി പരിഗണിക്കുന്നത്. എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ +2ന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിനും അക്കാഡമിക് പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ലിങ്കും ഉണ്ടാകും. അക്കാഡമിക് പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും ക്യാമ്പസുമാണ് സെറ്റ് ചെയ്ത് ഓർഡറിൽ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സും ഏറ്റവും താല്പര്യമുള്ള ക്യാമ്പസുമാണ് 1 മുതൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എൻട്രൻസ് എക്സാമിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലുമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്.